ഒരു മതമൈത്രി സമൂഹം അല്ലെങ്കിൽ സംഗമമാണ് എന്ന് ഞാൻ ആത്മാഭിമാനത്തോടുകൂടി വിശ്വസിക്കുന്നു. അത് ഏറ്റു പറയുകയും ചെയ്യുന്നു. ഇവിടെ എൻ്റെ ബ്രോഷറിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു സാംസ്കാരിക നവോത്ഥാനം ഉണ്ടാകാതെ ഇന്ന് നാം കാണുന്ന സാമൂഹിക സ്പർദ്ധയും വൈരാഗ്യവും പരസ്പര വിദ്വേഷവും മാറുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു ചെറിയ ഉദ്യമമായിട്ടാണ് ലോകമെമ്പാടും വന്ദിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സോഷ്യൽ വർക്ക് മനുഷ്യശ്രീ മദർ തെരേസയുടെ പേരിൽ ഈ ചെറിയ ഉദ്യമം ഞാൻ എൻ്റെ ജീവിത സായാഹ്നത്തിന് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. ഇവിടെ 9 സംഘടനകൾ ഞാൻ എറണാകുളത്ത് സ്ഥാപിച്ചതിൽ ആദ്യത്തെ സംഘടനയാണ് വിഷൻ ആർട്ട് സൊസൈറ്റി, വാസ്കോ എന്ന ചുരുക്കപ്പേര്. വിഷൻ ആർട്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ചീഫ് കമ്മീഷണർ ആയിരുന്ന സക്കറിയ മോണി സാർ. അദ്ദേഹത്തെ ഇതിൽ പ്രിസൈഡ് ചെയ്യാൻ കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. ജസ്റ്റിസ് ജെബി കോശിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ആദ്യം ഞാൻ നേരിടുന്നത് കോടതിയിലാണ്. പൊതു താല്പര്യ ഹർജി സ്വർണത്തിന്റെ ശുദ്ധി ഉറപ്പാക്കണം, 916 ഹോൾമാർക്കിംഗ് ഏർപ്പെടുത്തി ഏറ്റവും വലിയ ചൂഷണത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണം. ഇന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന 900-ഓളം ടൺ സ്വർണം, അതിൽ 90% കേരളത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത് ആഭരണങ്ങളുടെ രൂപത്തിൽ. അതിൽ 22 കാരറ്റ് അവർ പറയുന്നെങ്കിലും 18 കാരറ്റ് 16 കാരറ്റാണ് കൊടുക്കുന്നെന്നുള്ളത് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് വരെ ഞാൻ ഇവിടെ കോടതിയിൽ എക്സിബിറ്റ് ആയിട്ട് കൊടുത്തു. അവസാനം അർത്ഥശാസ്ത്രത്തിൽ നിന്ന് 3500 വർഷം മുമ്പ് എങ്ങനെ സ്വർണശുദ്ധി സമൂഹത്തിന് ഉറപ്പാക്കിയിരുന്നു കൗടില്യന്റെ അർത്ഥശാസ്ത്രം നിങ്ങൾ കേട്ടു കാണും. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് അതെങ്ങനെ നടപ്പാക്കി എന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു കോടതിയിൽ. ജസ്റ്റിസ് ജെബി കോശി വാദം കേട്ട് ഉടൻ തന്നെ ഈ ചീറ്റിംഗ് നടത്തുന്നവരിൽ നിന്ന് അവർക്കെതിരെ നടപടിയെടുക്കണം, സ്വർണശുദ്ധി ഉറപ്പാക്കണം. അതില് 916 ബിസിന്റെ ഹോൾമാർക്കിംഗ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ബിസിന്റെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ റെഡിയാണെന്ന് പറഞ്ഞു, ഞങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ റിപ്പോർട്ടായിരുന്നു, ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇന്ന് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും 916 ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങനെ കോശി സാറിന്റെ കോടതിയിൽ ഞാൻ ആദ്യം വാദിച്ച് ജയിച്ച കേസാണ് 916 ഗോൾഡ് ഹോൾമാർക്കിംഗ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കോടതിയിൽ ഞാൻ കുടിവെള്ള പ്രശ്നം എത്തിച്ചു. മലിനജലം കുടിച്ച് പലരും മരിച്ചു വീഴുകയാണ്. ടൈഫോയിഡ് എങ്ങും പടരുന്നത് സ്ഥിരം. അതുകൊണ്ട് പച്ചമൂച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ശുദ്ധജലം എത്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. 8 ഉത്തരവുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വിറ്റ്സർലൻഡിൽ നിന്ന് 42 ലക്ഷം രൂപയുടെ സ്പെഷ്യൽ ടൈഫോയിഡ് പ്രിവെന്റീവ് മെഡിസിൻ എത്തിക്കാനായിട്ടുള്ള ഗവൺമെന്റിനോടുള്ള ഡയറക്ഷൻ അത് നടപ്പാക്കി. ഈ പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യാൻ വയ്യാതെ വീടുകളിൽ മരിച്ചു കിടക്കുന്ന ആളുകൾക്കൊക്കെ
റേഷൻ വിതരണം സൗജന്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓരോരുത്തരും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പൈപ്പുകളെല്ലാം മാറ്റിയിടണമെന്ന് ആവശ്യപ്പെട്ടു. അതിനും അങ്ങേര് സമ്മതിച്ചു. ഒഴുകി വരുന്ന ഭീതി എന്ന് പറഞ്ഞ മനോരമക്കാര് ഫുൾ പേജ് പരസ്യം ഇവിടെ കൊടുത്തു. അത് കണ്ട് ഇവര് വിചാരിച്ചത് ഇത് ഭരണത്തോടുള്ള എതിർപ്പാണെന്നാണ്. പലരും എന്നെ ഭീഷണിപ്പെടുത്തി. ആ കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പോലീസ് സംരക്ഷണം തന്നു. എനിക്കും ഫാമിലിക്കും പോലീസ് സംരക്ഷണം തന്നു. അവിടെ SI ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചില ആളുകൾ 2-3 ആൾക്കാരെ പോസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ ദിവസവും സെമിനാറുകൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിനിൽ തകർക്കാനായിട്ടുള്ള ശ്രമം ഭരണപക്ഷത്തിലെ സഖാക്കൾ ചെയ്യുന്നു. അത് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി. അങ്ങനെ എല്ലാ മീറ്റിങ്ങുകളിലും പോലീസ് സംരക്ഷണം ഉണ്ടായി. ഞാനിത് എടുത്തു പറയുന്നത് വിശാല കൊച്ചി കുടിവെള്ള സംരക്ഷണ സമിതി എന്ന സംഘടന അതിന്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ BC ജെയിംസ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോഴും എണ്ണി പറയാനായിട്ട് ഉണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്റെ കൂടെ ഈ 9 സംഘടനകൾ വിഷൻ ആർട്ട് സൊസൈറ്റി ഉണ്ടാക്കി. അത് ചീഫ് ജസ്റ്റിസ് ബാലകൃഷ്ണ എറാഡിയാണ് ഉദ്ഘാടനം ചെയ്ത്. ഫൈൻ ആർട്സ് സ്കൂളിൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ അതിന്റെ ഡ്രാമ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും ഫസ്റ്റ് തേഴ്സ്ഡേ ഫൈൻ ആർട്സ് സ്കൂളില് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. രവിനാഥ് സാറാണ് പ്രോഗ്രാം കൺവീനർ ആയിരുന്നത്. IFP ഇന്റഗ്രേറ്റഡ് ബിസിനസ് കോളേജിലെ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പോൾ എല്ലാ ദിവസവും ഫസ്റ്റ് തേഴ്സ്ഡേ തന്നെ പ്രോഗ്രാം വേണമെന്ന് നിർബന്ധിക്കുന്നതിന് ഞാൻ 6 മാസം ഒരുമിച്ച് ഫൈൻ ആർട്സ് സ്കൂളിൽ ബുക്ക് ചെയ്തിട്ടു. അങ്ങനെ ആ ഡേറ്റ് പോലും തെറ്റാതെ എല്ലാ പ്രോഗ്രാമുകളും സക്രിയമാണി സാറ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ കോപ്പി ഇപ്പൊ എനിക്ക് തന്നു. അതില് അദ്ദേഹം 43 സംഘടനകളുടെ ഭാരവാഹിയായിട്ടാണ് ഇരുന്നത്. അതില് 10ാമത്തെ ഐറ്റം നമ്മുടെ വിഷൻ ആർട്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെ സമയം ചെയ്തിരിക്കുന്നത്. ഞാനീ പറയുന്നത് മറ്റൊന്നല്ല, ആദ്യമായിട്ടൊരു നാടൻ കലോത്സവം ഉള്ളവ് പാട്ടുകളുടെ തെയ്യം വരെയുള്ള കലാകാരന്മാരെ സംഘടിപ്പിച്ച് ശിവൻ ക്ഷേത്രത്തില് അന്ന് അവൻ കുട്ടിയാനെയായിരുന്നു. അതിന്റെ പുറത്ത് ഞങ്ങളുടെ വാസ്കോയുടെ കൊടി വെച്ച് പട്ടണ പ്രദക്ഷിണം നടത്തി 3 ദിവസം നീണ്ടു നിന്ന ഒരു വലിയ സാംസ്കാരിക മേള അവിടെ നടത്തി. അതിന് എല്ലാ സഹായവും ചെയ്തു തന്നത് ഈ പറഞ്ഞിട്ടുള്ള എന്റെ കൂടെ നിന്നിരുന്ന ആൾക്കാരാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ സ്വീകരിച്ച് നടപ്പാക്കാനായിട്ട് തയ്യാറുള്ള വോളണ്ടറി കോർ ഉണ്ടായിരുന്നു. 1000-ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് MKK നായർ അടക്കം അതിന്റെ മെമ്പറായിരുന്നു, പെയ്ഡ് മെമ്പർ. ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കും. വിഷൻ ആർട്ട് സൊസൈറ്റിയുടെ ഒരു ഓവർഷൂട്ടാണ് ഈ പോയറ്റിക് ആർട്ട് ഗാലറി. എനിക്ക് എന്റെ ജീവിത സായാഹ്നത്തില് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുകയാണ് ചെയ്തത്. നമ്മള് മറക്കാൻ പാടില്ലാത്ത അനുഭവങ്ങള് വീണ്ടും വീണ്ടും അയവിറക്കാനായിട്ടുള്ള ഒരു സംവിധാനം വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് മദർ തെരേസ ലോകത്തിലെ ഏറ്റവും വലിയ അവര് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഭാരതരത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമാനം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഷീ ഈസ് ദ മോസ്റ്റ് പ്രോപ്പർ പേഴ്സൺ ടു ഗെറ്റ് എ ട്രിബ്യൂട്ട്. അങ്ങനെ ഞാനത് ചെയ്തു. എന്നെ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് വിഷൻ ആർട്ട് സൊസൈറ്റിയുടെ ഓഫ് ഷൂട്ട് ആണ് എന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും അന്ന് ഞാൻ നടത്തി
സംഘടിപ്പിച്ച ആൾക്കാരാണ് എനിക്ക് പിന്നീട് ഈ 9 സംഘടനകളും കൊണ്ടു നടക്കാനായിട്ടുള്ള ശക്തി തന്നത്. അത് കഴിഞ്ഞിട്ട് അവര് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കൺസ്യൂമർ അവയർനെസ് ആൻഡ് സ്റ്റഡീസ് ഫോക്കസ് എന്നുള്ള ചുരുക്ക പേരിൽ വിളിച്ചു. അതിന്റെ പേരിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോൾമാർക്കിംഗ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ബില്ല് ഞാൻ സമർപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് മാക്സിമം റീറ്റെയിൽ പ്രൈസിന്റെ പേരിലുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ആ കേസ് ഞാൻ ആദ്യമായിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അഡ്മിഷനിൽ 1-ാം നമ്പറായിരുന്നു. ചെറിയൊരു കോടതിയിലാണ് ജസ്റ്റിസ് ഗഫൂർ തിങ്ങി നിറഞ്ഞ അഡ്വക്കേറ്റ്മാരുണ്ട്. തിക്കി ഞാൻ മുമ്പിൽ ചെല്ലുമ്പോൾ കേസ് വിളിച്ചു പോയി. അപ്പോഴ് ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പൊ അടുത്ത് നിന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു, കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ. അപ്പം വിതൗട്ട് മൈ ആർഗ്യുമെന്റ് the case was just admitted by the great man Justice Abdul Ghafoor. അത് കഴിഞ്ഞിട്ട് ആ കേസിന്റെ ഗതിവിഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഡിവിഷൻ ബെഞ്ചിന് കൊടുത്തു. ഡിവിഷൻ ബെഞ്ച് 7 വർഷം കഴിഞ്ഞിട്ട് മേനോൻ പൈ അദ്ദേഹത്തിന്റെ പ്രവർത്തകരായിരുന്ന CN രാമേന്ദ്രൻ നായരാണ് മേനോൻ പൈക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ ലിവറിന് വേണ്ടി കേസ് അപ്പിയർ ചെയ്യുന്നത് എനിക്കെതിരെ. അവരുടെ വാദമൊക്കെ ഞാൻ കണ്ണിച്ചു കൊടുത്തു. കേസ് ജസ്റ്റിസ് BK ബാലി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ വിധി പറഞ്ഞു ഏറ്റവും വലിയ ചൂഷണം അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അതിന്റെ കോസ്റ്റ് അടക്കം അലവ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഒരു പൊതു താല്പര്യക്കാർക്ക് പോസ്റ്റ് കൊടുക്കുന്നത് കേരള ഹൈക്കോടതിയിൽ ആദ്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കോസ്റ്റ് സാറിന്റെ ഇതില് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ കേസുകളും എല്ലാ പൈപ്പുകളും മാറ്റിയിടുന്നത് വലിയ പ്രശ്നമായിരുന്നു അവർക്ക്. ആ കേസ് ജസ്റ്റിസ് പസായത്ത് ചീഫ് ജസ്റ്റിസ് കേസ് അങ്ങോട്ട് വിളിപ്പിച്ചു. ഇനി കോച്ചാറിനെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് പഞ്ചായത്ത് സാർ എന്നോട് ചോദിച്ചു, അവര് തന്നെ അവിടെ വീട്ടിൽ പറയുന്നുണ്ട് വെള്ളം കൊടുക്കാനായിട്ട് വെള്ളമില്ല. 60 mld വെള്ളം ആണ് ഇവിടെ ഉള്ളത്. 360 mld വെള്ളം ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉള്ള വെള്ളം ശുദ്ധമായി എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ഉത്തരവ്. ഞാൻ ഉടനെ തന്നെ വേറൊരു ബില്ല് പ്രസന്റ് ചെയ്തു. അതില് ഹഡ്കോ കുടിവെള്ള പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ അതില് ഹഡ്കോ കുടിവെള്ള പദ്ധതി കേന്ദ്ര നേതൃത്വത്തിൽ തുടങ്ങി വെച്ചത് ഉപേക്ഷിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനത് പറഞ്ഞു, വെള്ളമില്ല എന്നാണ് ഇവരുടെ വാദം. വെള്ളം കിട്ടണമെങ്കിൽ ഇത് നടപ്പാക്കണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കിയിട്ട് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം തീർക്കണം. അത് കേസിങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചു, ഉത്തരവിട്ടു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ കൗൺസില് കാരണക്കാരെയാണ്, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞു അത് ഒരു പദ്ധതി എപ്പോൾ നടപ്പാക്കണം എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അവകാശമില്ല. അത് യുദ്ധകാലമാണ്, എന്ത് കാലമാണ് അതിൽ ഒരു കെടുതി. അപ്പോഴും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, ഞങ്ങൾക്ക് പിന്നെ എന്ത് അധികാരമാണെന്ന് ചോദിച്ചു. അതോടുകൂടി കാര്യം പുള്ളിക്ക് മനസ്സിലായി. എന്നാൽ അതിന് ടൈം എക്സ്റ്റൻഷൻ തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വീണ്ടും 3 മാസം കൊടുക്കുന്നു. ആ 3 മാസത്തിനുള്ളിൽ അവർ സുപ്രീം കോടതിയിലേക്ക് അപ്പീല് കൊടുക്കുകയാണ്, SLP. അവിടെ ചെന്നത് ജസ്റ്റിസ് ബാലകൃഷ്ണൻ ആയിരുന്നു. ബാലകൃഷ്ണൻ സാർ ഇത് കണ്ടപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി വെള്ളം കൊടുക്കും, പിന്നീട് ഞാനൊരു പരിഗണിക്കും.
അങ്ങനെ ആ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ ഈ ടൗൺ ഹാളിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഞാനിപ്പോ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന വിഷയം സാമൂഹ്യ സേവനം എങ്ങനെ എന്തിന് എന്നുള്ള ഒരു ഇതില് ഒറ്റയാൾ പട്ടാളമാണോ ധാരാളം ആൾക്കാരുള്ള പൊളിറ്റിക്കൽ അല്ലാത്ത മൂവ്മെന്റ് ആണോ എന്താണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ആ കാണിച്ചത്. കോടതി നമ്മളോടൊപ്പം ആർട്ടിക്കിൾ 226 എന്ന് പറയുന്ന സാധനം വലിയ സാധനമാണ്. അതിന്റെ ഉപയോഗം എന്താണെന്ന് വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. പൊതുതാൽപര്യങ്ങളുമായിട്ട് അന്ന് ചെന്നവര് വിൻസെന്റ് പാരിക്കുളങ്ങര, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇതിനും പൊതുതാൽപര്യമായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള നീക്കങ്ങളാണ്. ഞാൻ അതിനു വേണ്ടി നിൽക്കില്ല. അത് സ്വാർത്ഥതയാണ്. നമുക്ക് ആ സ്വാർത്ഥത അല്ല വേണ്ടിയത്, നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനമാണ്. അതാണ് മദർ തെരേസ. മദർ തെരേസ എന്ത് ചെയ്തു? നിങ്ങൾ കൽക്കട്ടയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കൽക്കട്ട തെരുവീതികളിൽ അറിഞ്ഞ് നടന്ന് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അവര് താരാട്ട് പാടി വളർത്തി. ഞാനും ഒരു അനാഥശാലയിൽ നിന്ന് വളർന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മദർ തെരേസയെ ഞാൻ മറക്കാത്തത്. ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത് സെന്റ് ജോസഫ്സ് ഓർഫനേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. വലിയ ക്ലാസ്സോടുകൂടിയാണ് പാസ്സായത്. അന്നൊക്കെ പാസ്സാകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് ഒരു പൂവും കൂടെ പത്രത്തിൽ വരുമായിരുന്നു. ആ കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഓർഫനേജിൽ നിന്ന് ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാകുന്നത് ഞാനാണ്. ഞാന് റിട്ടയർമെന്റ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രാജുവേറ്റ് 1 ലക്ഷം രൂപ ആ അനാഥശാലയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. വേണ്ട, എല്ലാം സമർത്ഥമായിട്ട് ദൈവം തന്നിരിക്കുന്നു. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട ആളാണ് ഞാൻ. എനിക്കിപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെൻഷനായിട്ട് തരുന്നുണ്ട്. ഞാനത് അനുഭവിക്കുന്നു. അതിലെ ബാക്കി തുക ഞാൻ ഈ സാമൂഹ്യ സേവനത്തിനായിട്ട് 4 ട്രസ്റ്റുകള്, ഫാമിലി ട്രസ്റ്റുകള്, ഒന്ന് എന്റെ കുഞ്ഞമ്മ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അവര് മരിച്ചപ്പോൾ സ്ത്രീ ശക്തി അവാർഡിനായി ഞാനൊരു ഫസ്റ്റ് ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ഫാമിലി ട്രസ്റ്റിലാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത് മൈലമ്മയ്ക്ക്, പ്ലാച്ചിമട മൈലമ്മ. കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്ത പ്ലാച്ചിമട മൈലമ്മയ്ക്കും. അത് കഴിഞ്ഞ് 2ാമത് അവാർഡ് സുഗതകുമാരിക്ക്, 3ാമത് ഗൗരിയമ്മയ്ക്ക്, 4ാമത് CK ജാനു, 5ാമത് PT ഉഷ, 6ാമത് ലാസ്റ്റ് കൊടുത്തത് യൂറോപ്പ് ശർമ്മള. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മണിപ്പൂരിൽ 15 വർഷം ഭക്ഷണം കഴിക്കാതെ ഞാൻ അവരെ അവിടെ പോയി കണ്ട്. അവരെ മെഡിക്കൽ കോളേജിലെ ഒരു സെല്ലിലാണ് കിടത്തിയിരുന്നത്. അവിടെ പോയി ഞാൻ കണ്ട് അവർക്ക് അവാർഡ് സമ്മാനിച്ചു. അവിടുത്തെ മണിപ്പൂരിലത്തെ ഇവിടുത്തെ പ്രസിഡന്റ് പോലെ അവിടെ 4 കോൺഫറൻസ് റൂമുകളാണ് ഉള്ളത്. നമ്മളെക്കാളൊക്കെ വളരെ ഡെവലപ്ഡ് ഏരിയയാണ് ഈ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്നത് കേരളമാണ് എല്ലാം ഡെവലപ്പ്, ഒന്നുമില്ല. ഇവിടെ കുടിവെള്ളത്തിന് പോലും പ്രശ്നങ്ങളാണ് എപ്പോഴും. എന്ത് തന്നെയാണ് മിറോൻ ശർമ്മയ്ക്കാണ് സ്ത്രീശക്തി അവാർഡ് ലാസ്റ്റ് കൊടുത്തത്. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത്? നമ്മള് ഇപ്പം മണിപ്പൂരിലേക്ക് പോകുമ്പോൾ ഏറ്റവും ദുസ്സഹമായ യാത്രയാണെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് JB കോശി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി പോവുകയാണ്, തിരിച്ചു വരുമോ എന്നറിയില്ല. അതുകൊണ്ട് സാറ് എൻ്റെ പേര് ഞാൻ പറയും, എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ പറഞ്ഞോളാൻ പറഞ്ഞു.
അങ്ങനെ മനുഷ്യസ്നേഹിയായ ഒരു വലിയൊരു ന്യായാധിപനെ ഈ കേരള ഹൈക്കോടതി കണ്ടുള്ള ഏറ്റവും വലിയ മനുഷ്യസ്നേഹി ആണ് ജസ്റ്റിസ് JB കോശി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാം ഘട്ടത്തില് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ കൊണ്ടു ചെല്ലുന്നത് 4 കോടി കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അന്ന് അദ്ദേഹം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന് ഞാൻ റിലീഫുകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ജഡ്ജ് എതിരായിരുന്നു. അപ്പോൾ ജഡ്ജിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു ഡയലമേലായി കേസ് മാറ്റിവെച്ചു. 10-20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു മൈ ബിൽ? അപ്പൊ അദ്ദേഹം വളരെ ഷ്രൂഡ് ആൻഡ് ഇന്റലിജന്റ് ആണ്. അങ്ങനെ ആ റിലീഫുകളെല്ലാം വായിച്ചു നോക്കിയിട്ട് ഗവൺമെന്റ് പിള്ളേരോട് ചോദിച്ചു, ഹൈക്കോടതി ഹാഡ് റിട്ടൺ ടു യു several letters to establish 30 new courts, including at Wayanad. ഒന്നുപോലും നിങ്ങൾ ചെയ്തില്ല. Now let me get the status. അങ്ങനെ ഹൈക്കോടതി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് കോശി സാറിന്റെ ബെഞ്ചിൽ നിന്ന് പോയത് HM ദത്തുവിന്റെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ്. അദ്ദേഹം ഈ കേസ് കണ്ടപ്പോൾ എന്റെ ഭാഗം കേട്ടപ്പോൾ പറഞ്ഞു, I will call സുധാകര പ്രസാദ്, അഡ്വക്കേറ്റ് ജനറൽ, അങ്ങനെ കേസ് മാറ്റി വെച്ച് സുധാകര പ്രസാദിനെ വിളിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, ദത്തു സാറ് പറഞ്ഞു, വെരി ഇമ്പോർട്ടന്റ് തിങ്സ്, യു ഗോ ആൻഡ് ഹോൾഡ് എ മീറ്റിംഗ് ഓഫ് ദി അതോറിറ്റീസ് and the stakeholders. Let us get a positive affidavit. അങ്ങനെ സുധാകര പ്രസാദ് സാറ് തിരുവനന്തപുരത്ത് ഒരു മന്ത്രിനെയും സെക്രട്ടറിനെയും ലോ സെക്രട്ടറിനെ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ധാരാളം കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാവുന്ന പറഞ്ഞു. ഈവനിങ് കോടതികൾ അടക്കം സ്ഥാപിക്കപ്പെട്ടു. ഇവിടെ കല്ലിട്ട് പോയ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് സമുച്ചയമുണ്ട്. പിന്നെ ഒന്നും നടന്നില്ല. വലിയ ആഘോഷമായിരുന്നു കല്ലിടാനായിട്ട്. 4 വർഷമായിട്ട് അതൊന്നും നടക്കുന്നില്ലാതെ ഞാൻ സൂചിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റിന് അതിന്റെ റീഡിങ്ങിൽ പെടുത്തിയിരുന്നു 8 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. നിരവധി കാര്യങ്ങൾ ഇപ്പോഴ് ഡിലേ ആൻഡ് അരിയർ കമ്മിറ്റി ഇന്ത്യയിലെ 24 ഹൈക്കോടതികളിലും സ്ഥാപിക്കപ്പെട്ടു. ചെറിയ യുദ്ധമല്ല നടത്തിയത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സാധിച്ചു എന്ന് ഞാൻ തന്നെ ആലോചിക്കുമ്പോഴും അത് ദൈവാനുഗ്രഹമാണ്, എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ജസ്റ്റിസ് കോശി ഈ ചീഫ് കമ്മീഷണർ ആയിരുന്ന സക്കറിയം മാണി സാറും ഒക്കെ എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാഗതം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ അവാർഡ് കൊടുക്കുന്ന കലാധരൻ സാറിന്, അദ്ദേഹം വിഷനാട് സൊസൈറ്റിയുടെ എല്ലാ പ്രോഗ്രാമും വന്നിരുന്ന ആളാണ്. അദ്ദേഹം സ്വന്തം വീട് ഒരു ആർട്ട് ഗാലറിയാക്കി മാറ്റിയ ആളാണ്. അദ്ദേഹം വേറെ ഒന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് ഉപജന പിള്ളേരെ പഠിപ്പിച്ച് വരയ്ക്കാൻ പഠിപ്പിച്ചു. അപ്പം അത് 3 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നമ്പൂതിരി, നമ്മുടെ കാനായി കുഞ്ഞിരാമൻ, ഇദ്ദേഹമാണ്. അവസാനം ഞാൻ തീരുമാനിച്ചു അത് കലാധരൻ തന്നെ ആദ്യത്തെ അവാർഡിന് അദ്ദേഹത്തിന്റെ ബയോഡേറ്റ അവിടെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹത്തിന് 25,000 രൂപയുടെ ഒരു എളിയ ക്യാഷ് അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡന്റ് ആർട്ട് പ്രൊമോഷൻ അതിനുവേണ്ടി 2 അവാർഡ് കൊടുക്കുന്നുണ്ട്. 5,000 രൂപയുടെ ക്യാഷ് അവാർഡ്. അതിൽ ഒരാളും ഈ പറഞ്ഞ RLB കോളേജിൽ പഠിക്കുന്ന മൂവരും എതിരുമായ മുഹമ്മദ് ഷിബിയാണ്.
അദ്ദേഹം വരച്ച ചിത്രം അദ്ദേഹം കാണിക്കും. മദർ തെരേസയുടെ ചിത്രം. അപ്പോഴ് എൻ്റെ കൊച്ചുമോള് മകളുടെ മകള് ഞാൻ സ്പെഷ്യൽ ടാലന്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അവർ വരച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നും. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ പടം അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ അവർ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ബന്ധമൊന്നും നോക്കിയല്ല, ആ ഏഞ്ചൽ ഷിബിക്കും അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഞാൻ ആദ്യം പറഞ്ഞ ആ വിഷയാവതരണം നിങ്ങൾ മറക്കരുത്. നാം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മഹാനായ ജോൺ എഫ് കെന്നഡി തന്റെ ക്യാപിറ്റോൾ ആദ്യത്തെ പ്രസിഡന്റായപ്പോൾ അവരുടെ ക്യാപിറ്റോൾ സ്പീച്ചിൽ think not what the country has done for you, but think what you have done for the country. അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ഇരട്ടിയോ 10 ഇരട്ടിയോ ആയിട്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലൊന്നും ചെയ്യണ്ട. അത് വന്നിരിക്കും. വരണ്ടപ്പോൾ വരും. എനിക്കതിൻ്റെ 100,000 അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സദസ്സിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാർത്തകൾ